സാർ ഈ മിമിക്രിയെ പറ്റി പറയാം. എന്താണ് മിമിക്രി? അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? മിമിക്രി ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ആർട്ട്. അതെ. കാരണം മിമിക്രി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ അവതരിപ്പിക്കണമെങ്കിൽ ആ ആളുടെ 100% നമ്മൾ ഒബ്സർവ് അല്ലെങ്കിൽ 99% ആവില്ല. 100% അയാളായിട്ട് തന്നെ വന്നത്. അത് ഇപ്പോൾ നമ്മൾ ശിവാജി ഗണേശനെ തന്നെ അഭിനയിക്കുന്നത്, ശിവാജി ഗണേശൻ്റെ ചലനങ്ങളും ശബ്ദങ്ങളും മൂവ്മെൻറ്റുകളും നമ്മളുടെ മുഖത്ത് ശിവാജി ഗണേശനും വരും ഓട്ടോമാറ്റിക്കലായിട്ട്. കൊച്ചിനെ പലരും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ നിങ്ങൾ മുഖത്ത് തന്നെ വരുമ്പോൾ ഇങ്ങനെ വരില്ല എന്ന് പറയും. അത് പറഞ്ഞാൽ നമ്മൾ വരുത്തുന്നതല്ല, നമ്മൾ അത്രയും ഇൻവോൾവ്മെൻ്റ് അതിൽ വരുമ്പോഴാണ് അത് വരുള്ളൂ. അല്ലെങ്കിൽ അത് മിമിക്രി അല്ല. ഇപ്പം ഈ കോട്ടയം നസീർ കൊച്ചിൻ ഹനീഫ കാണിക്കുമ്പോൾ ഇതേ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചിലപ്പോഴേ അവന്റെ മുഖത്ത് കാണാറുണ്ട് ഞാൻ എന്റെ ഫേസ്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ചില സമയത്ത് മീശയൊക്കെ ചുരുട്ടി വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഇവിടുത്തെ വിങ്സ് ആണ് എൻ്റെ കൈ ഇങ്ങനെ, എനിക്ക് അടുക്കില്ല കൈ, എനിക്ക് കൈ അടിക്കില്ലായിരുന്നു. പക്ഷെ അവരത് കുറച്ച് കയറ്റി കാണിക്കും. അതെപ്പോഴും നമ്മൾ എന്ത് ക്യാരക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്വല്പം ഒന്ന് എക്സാജറേറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനെപ്പറ്റി? ഞങ്ങളത് സംസാരിക്കാറുണ്ട്. എന്തുവല്ലോ ആണോ അത്? പല തലമുറകളിലുള്ള നായകന്മാരുമായിട്ട് സാർ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങേ അറ്റത്ത് കുഞ്ചാക്കോ ബോബൻ മനസ്സിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മനസ്സിൽ ഒരു പ്രതിഷ്ഠ കിട്ടിയിരിക്കുന്ന നടന്മാർ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബന്ധങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പം പ്രേം നസീർ സാറായിട്ടും നമ്മൾ പരിചയമുണ്ട്, ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ 1-2 കഥകളൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മധു സാറുണ്ട്. മധു സാറ് എൻ്റെ ഡയറക്ഷനിൽ തന്നെ മധു സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും വളരെ വ്യത്യസ്തരാണ്. ആരും അങ്ങനെ ഒരു കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക്. അവിടെ നിന്ന് അപ്പം നസീർ സാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നസീർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് പോകും. അപ്പം പിന്നെ അദ്ദേഹത്തിനെ കണ്ടാൽ എഴുന്നേക്കാതിരിക്കാൻ പറ്റും. അത്രയധികം നമ്മൾ ബഹുമാനിച്ചു തരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം മരണസമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോയി അവിടെ ആദ്യം ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞാനൊക്കെ ചേർന്നു, ഞാനും നവാസ് സാറൊക്കെ ചേർന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ അന്ന് ഈ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തടവുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര മണിക്കൂർ ഈ ശരീരം ഇനി ഈ ഭൂമിയിലുണ്ടാവും എന്നാലോചിക്കുമായിരുന്നു. ആ അത്ഭുതകരമായ ഒരു സംഭവം, ആദ്യത്തെ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ തൊട്ടവിടുത്തെ പള്ളിയിലെ ബാങ്ക് കേട്ട്. അത് ചില സിനിമകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അത്ഭുതം തോന്നിപ്പോയി ആ സംഭവം. അങ്ങനെ ഇതിഹാസം എന്നുള്ള പടത്തിലാണ് പുള്ളി ആദ്യം ഹീറോയിട്ട് അഭിനയിക്കുന്നത്. അവിടെ മുതൽ നല്ല ബന്ധമാണ് അയാളായിട്ട്. അതുപോലെ മത്സാറായിട്ടും നല്ലത്. സോമേട്ടനൊക്കെ അതിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. സോമേട്ടൻ, സുമാരൻ, പിന്നെ സത്യമാഷൊക്കെ നേരത്തെ മരിച്ചുപോയാണല്ലോ ജയനായിട്ട് നല്ല റിലേഷൻഷിപ്പാണ്. ജയനായിട്ട് ഞാൻ പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, നല്ല നല്ല റോളുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മുതൽ ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് എല്ലാവരായിട്ട് എനിക്ക് തോന്നുന്നത് നല്ല ബന്ധമാണ്. ആരായിട്ടും അങ്ങനെ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒന്നുമില്ല, എല്ലാവരും നല്ല അഭിപ്രായം. എങ്കിലും അനുകരണീയം എന്നൊക്കെ തോന്നിയ ചില ക്വാളിറ്റി സ്ഥലത്തിൽ കണ്ടിട്ടില്ല. ഒന്ന് തീർച്ചയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഈ മമ്മൂട്ടി, മോഹൻലാലിൻ്റെ പെർഫോമൻസുകൾ തന്നെയാണ് മലയാള ചലച്ചിത്രത്തിൽ ഏറ്റവും വലിയ പെർഫോമൻസ്. ഒരുപക്ഷെ അതിൻ്റെ സ്റ്റൈല് മാറി, അതിൻ്റെ നാച്ചുറാലിറ്റി മാറി, അങ്ങനെ എന്തൊക്കെയോ മാറിയിട്ടുണ്ടാവും. പക്ഷെ അത് പറയാതിരിക്കാനുള്ളതില്ല. അവരുടെ ആ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത് സിനിമയൊന്ന് തെളിഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഇപ്പോൾ അവരാണല്ലോ ഇവിടുത്തെ നാഷണൽ അവാർഡുകൾ വാങ്ങിക്കാൻ തുടങ്ങിയത്. അതെ, അതിനു വേണ്ടി ഒരു മത്സരം അവരുടെ ഇടയിലുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. എനിക്ക് വാങ്ങണം എന്നുള്ളൊരു, അത് പണ്ട് അങ്ങനെ കണ്ടിരുന്നില്ല. ഒരുപാട് വിജയ ആൻ്റണി ഉണ്ടായിരുന്നു, കൊട്ടാരക്കര ശ്രീനാരായണൻ, അവർ നല്ല ആക്ടേഴ്സാണ് അവരൊക്കെ. പക്ഷെ അവർക്കൊന്നും അങ്ങനെ ഇതല്ല, നമുക്ക് ഇത്തവണ ഒരു നാഷണൽ അവാർഡ് വാങ്ങിക്കണം എന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും. അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ മണിക്ക് ഒരു അവാർഡ് കിട്ടിയതിനു ശേഷം ഇപ്പോൾ പലരും ഹീറോസ് അല്ലാത്തവർ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്.